സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിയറക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 51 തൊട്ട് 60 വരെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ റെഡ് ഗേറ്റിന്റെ ഉള്ളിലെ ഐസ് ബിഎസിനെ നേടാൻ ജിൻവു തന്റെ ഷാഡോ ആർമിയെ പുറത്തെടുക്കുന്നിടത്താണ് ചാപ്റ്റർ 50 അവസാനിച്ചത്. ഇപ്പോൾ ചാപ്റ്റർ 51ന്റെ തുടക്കത്തിൽ ഷാഡോ ആർമി ഐസ് ബിഎസിനെ ഏറ്റുമുട്ടുന്നതും അത് ജിൻവു നോക്കി നിൽക്കുന്നതുമാണ് കാണിക്കുന്നത്. ജിൻവുവിന്റെ ഷാഡോ ആർമി സാധാരണ ഐസ് ബിഎസിനെ ഓവർ പവർ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ബോസിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഷാഡോ ആർമിക്ക് മാത്രമേ ബോസ് ബിയറിനെ തോൽപ്പിക്കാൻ പറ്റാതെയുള്ളൂ. അപ്പോഴും ഇഗ്രസ് വളരെ ഈസിയായി തന്നെ ബോസിനെ ഓവർ പവർ ചെയ്ത് അതിനെ തോൽപ്പിച്ചു. ഈ ഫൈറ്റ് കണ്ടതിൽ നിന്നും ജിൻവുവിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. തന്റെ പക്കലുള്ള ആർമി തന്റെ എക്സ്പെക്ടേഷനേക്കാളും പവർഫുൾ ആണെന്നും അതുപോലെ ഇഗ്രസിനെ താൻ തോൽപ്പിച്ച സമയത്ത് അവന്റെ പക്കൽ അവന്റെ വാൾ ഉണ്ടായിരുന്നു എങ്കിൽ അവൻ ഒരിക്കലും ഇഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പോഴത്തെ ലെവലിലും ഇഗ്രസ് തന്നെക്കാൾ പവർഫുൾ ആണെങ്കിലും അവൻ ജിൻവുവിന്റെ വിശ്വസ്തനായ സേനാപതിയാണ്. ഇഗ്രസ് ബോസ് ബിയറിനെ തോൽപ്പിച്ചതിന് ശേഷം ജിൻവു അതിനെയും തന്റെ ഷാഡോ ആർമിയാക്കി. ഡഞ്ചന്റെ അകത്ത് ഇതിനോടകം 3 ദിവസം കഴിഞ്ഞെങ്കിലും പുറത്തുള്ളവർക്ക് 3 മണിക്കൂറേ ആയിട്ടുള്ളൂ. യോൻഹോയുടെ അനുമാനത്തിൽ ഇപ്പോഴേക്കും ലോവർ റാങ്ക് മെമ്പേഴ്സ് എല്ലാവരും മരിച്ചു കാണുമെന്നും ബാക്കിയുള്ളവർ മോൺസ്റ്റേഴ്സിനെ കീഴ്പ്പെടുത്തി അതിനെ ഭക്ഷണമാക്കി കാണുമെന്നാണ് അയാൾ വിചാരിച്ചത്. ഈ സമയത്ത് ഡോങ്സു ജിൻവു വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ അംഗമല്ല എങ്കിൽ പിന്നെ അവൻ എങ്ങനെ അകത്ത് പോയെന്ന് ചോദിച്ചപ്പോൾ ഷീഫ് ഹാൻ അവനെന്റെ പരിചയക്കാരനാണെന്നും ആ പരിചയത്തിന്റെ പുറത്താണ് അവനെ അകത്തേക്ക് പോകാൻ അനുവദിച്ചതെന്നും ഡോങ്സുനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യോൻഹോയ്ക്കും ഡോങ്സുവിനും ഒരുപോലെ സംശയം തോന്നി. ബലം പ്രയോഗിച്ച് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഡോങ്സു ചീഫ് ഹാന്റെ കഴുത്തിൽ പിടിച്ചെങ്കിലും യോൻഹോ അവനെ തടഞ്ഞു. അതോടെ ചീഫ് ഹാനെ താഴെയിട്ട് അടി യോൻഹോയും ഡോങ്സുവും തമ്മിലായി. ഇതേ സമയം ഡഞ്ചന്റെ ഉള്ളിൽ കിം ചുള്ളിന്റെ ടീമിനെ യതി മോൺസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി. അവസാനം ബാക്കി വന്ന കിം ചുള്ളു തന്റെ പുറകിൽ ഐസ് എൽഫുകൾ വരുന്നത് കണ്ട് അവിടെ നിന്ന് മോഡ് രക്ഷപ്പെട്ടു. കാടിന്റെ ഉള്ളിൽ എത്തിപ്പെട്ട കിം ചുള്ളു ജിൻവുവിന്റെ ടീം കീഴ്പ്പെടുത്തിയ ഐസ് ബിയേഴ്സിന്റെ ശവങ്ങൾ കണ്ട് ആ വഴി നടന്നു. ഈ സമയത്ത് ഡഞ്ചന്റെ വെളിയിൽ 2 എസ് റാങ്കേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് കണ്ട് ചുറ്റുമുള്ള എല്ലാവരും ഭയന്നിരിക്കുകയാണ്. കൃത്യസമയത്ത് വൂ ജിൻ ചുള്ളു ഇടപെട്ട് അവരെ തടഞ്ഞ് തനിക്കും ജിൻവു റീ അവേക്കൻഡ് ആണോ എന്ന് സംശയമുണ്ടായിരുന്നു. ഞാൻ നേരിട്ടാണ് അവനെ ടെസ്റ്റ് ചെയ്ത് അവന് റീ അവേക്കനിങ് സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതെന്നും ഡോങ്സിനോട് പറഞ്ഞു. ഒരു പക്ഷേ യോജിൻ ആഡിറ്റ് ആയിരിക്കാം നിന്റെ ചേട്ടന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടും അവനത് ചിരികൊണ്ടില്ല. അവനെ സംബന്ധിച്ച് ഇതെല്ലാം മനുഷ്യരെ കൊല്ലാനുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ഇത്രയും സംഭവിച്ചതിന് ശേഷം ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് ഡോങ്സു വൂജിൻ ചുള്ളിനെയും കൊണ്ട് അവിടുന്ന് പോയി. ഈ സമയത്ത് കാടിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കിം ചുള്ള് ജിൻവുവിന്റെ ടീമിനെ കണ്ടെത്തി. അവൻ നോക്കുമ്പോൾ അവരുടെ പക്കൽ കമ്പിളി വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാ സൗകര്യവും ഉണ്ട്. അവനാണ് അവരെ എല്ലാവരെയും ഒറ്റയ്ക്കാക്കിയിട്ട് പോയതെങ്കിലും ഇപ്പോൾ ഇവരുടെ പക്കൽ എല്ലാ സൗകര്യവും ഉള്ളത് കണ്ട് ദേഷ്യം വന്ന അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഇതെല്ലാം ആരാണ് തന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് എന്റെ ടീം ഭക്ഷണമില്ലാതെ മരണപ്പെട്ടതിൽ ഉത്തരവാദികൾ നിങ്ങളാണെന്നും കിംചുൾ പറഞ്ഞു. എന്നിട്ട് അവരെ കിംചുൾ ആക്രമിക്കാൻ നോക്കിയെങ്കിലും കൃത്യസമയത്ത് ജിൻവു അവിടെ എത്തി അവനെ അടിച്ചിട്ടു. എന്നിട്ട് നീ തന്നെയാണ് നിന്റെ ടീമിന്റെ മരണത്തിന് കാരണമെന്നും അതിനു പുറമെ ഞങ്ങളെയും കൊല്ലാനിട്ട് കൊടുക്കുന്നു എന്നും ജിൻവു ചോദിച്ചു. അപ്പോഴാണ് ഐസ് എൽഫുകൾ ഒളിച്ച് കിമ്മിന്റെ പുറകെ വന്ന കാര്യം ബാക്കിയുള്ളവർ മനസ്സിലാക്കിയത്. ജിൻവു തങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞ ഐസ് എൽഫുകൾ അവന്റെ മുന്നിലേക്ക് വന്നു. ജിൻവുവിന് തങ്ങളുടെ ഭാഷ മനസ്സിലാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ കൂട്ടത്തിലെ ഏറ്റവും ശക്തനെ അന്വേഷിച്ചാണ് നിന്റെ മുന്നിൽ എത്തിയതെന്നും തന്റെ ഏറ്റവും ശക്തനായ സഹായിക്ക് നീയുമായിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമുണ്ടെന്നും എൽഫുകളുടെ തലവൻ ജിൻവുവിനോട് പറഞ്ഞു. പറഞ്ഞു തീർക്കാൻ സമയം കൊടുത്തില്ല. അതിനു മുന്നേ ജിൻവു അവന്റെ തലവെട്ടി. ഇത് കണ്ട എൽഫുകളുടെ ലീഡർ അവൻ എനിക്ക് പറ്റിയ എതിരാളിയാണെന്ന് കരുതി അവനുമായിട്ട് ഏറ്റുമുട്ടുന്നതിനിടയിൽ എൽഫ് ജിൻവുവിനോട് ചോദ്യം ചോദിച്ചു. ഒരു മനുഷ്യനല്ലാനിട്ട് കൂടി നീ എന്തിനാണ് മനുഷ്യരുടെ കൂടെ നിൽക്കുന്നതെന്ന്. ചോദ്യം ജിൻവുവിന് മനസ്സിലായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ എൽഫ് അവനോടൊരു കാര്യം പറഞ്ഞു. അതായത് ഒരു മനുഷ്യനെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ആരോ ആ മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞതുപോലെ കേൾക്കാം. പക്ഷെ ജിൻവുവിന്റെ കാര്യത്തിൽ മാത്രം അവർക്കത് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടവരല്ല. നീ നിന്റെ കൂടെയുള്ള മനുഷ്യനെ എനിക്ക് വിട്ടുതാ, ഞാൻ നിന്നെ വെറുതെ വിടാമെന്നും ആ എൽഫ് പറഞ്ഞു. ഇത് കേട്ട ജിൻവു നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ കൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൽഫുകൾക്കെല്ലാം ഒരു ഗ്ലിച്ച് സംഭവിച്ച് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജിൻവു ഇവരുടെ ഓഫർ നിരസിച്ചു. എന്നിട്ട് നിനക്കൊറ്റയ്ക്ക് എന്നെയും എന്റെ പടയെ നേടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് എൽഫ് ചോദിച്ചപ്പോൾ എന്ത് പട എന്ന് പറഞ്ഞ് ജിൻവു തന്റെ സൈന്യത്തെ പുറത്തെടുത്തു. അടുത്ത നിമിഷം ഈ 2 പടയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലോ റാങ്ക് മെമ്പേഴ്സ് എല്ലാവരും കാടിന്റെ ഉള്ളിലേക്ക് ഓടി ഒളിച്ചു. തന്റെ ഷാഡോ ആർമിക്ക് എൽഫ് ലീഡറിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ജിൻവു തന്റെ ഡാഗർ എടുത്ത് എൽഫുകളുടെ ലീഡർ ബറൂക്കയെ മാറ്റി ഏറ്റുമുട്ടി. ഇതിനിടയിൽ കിംചുള്ള് ജിൻവുവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട ജിൻവു ഇഗ്രസിനെ വച്ച് കിംചുള്ളിനെ കൊലപ്പെടുത്തി. ശേഷം കിംചുള്ളിനെയും തന്റെ ഷാഡോ ആർമിയിൽ ചേർത്ത ജിൻവു
ജിൻവു അവന് അയൺ എന്ന് പേരിട്ട് ബറൂക്കയ്ക്ക് നേരെ അയച്ചു. ശേഷം അയന്റെ ടോണ്ട് ക്രൈ സ്കില്ല് വെച്ച് ബറൂക്കയെ ഇഗ്രിസും ജിൻവുവും ചേർന്ന് കീഴ്പ്പെടുത്തി. ഈ സമയത്ത് ബാക്കി എൽഫുകളെ കീഴ്പ്പെടുത്തിയ ഷാഡോ ആർമി ബറൂക്കയെ വളർന്നിരുന്നു. ഇതിൽ ദേഷ്യം വന്ന ബറൂക്ക ജിൻവുവിന് നേരെ പോയെങ്കിലും അയന്റെ സഹായത്തോടെ ജിൻവു ബറൂക്കയെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. ബറൂക്കയെ തോൽപ്പിച്ചതോടെ ഗേറ്റ് വീണ്ടും ഓപ്പൺ ആയി. ബാക്കിയുള്ളവരുടെ ഒപ്പം ജിൻവുവും അതിന്റെ പുറത്തേക്ക് പോയി. പുറത്ത് യോൻഹോ കിംജുൾ അടങ്ങുന്ന സംഘത്തെയാണ് കാത്തിരുന്നതെങ്കിലും ജിൻവുവും ലോവർ റാങ്ക് മെമ്പേഴ്സും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് അയാൾ മനസ്സിലാക്കി. ശേഷം സോങ്ങിയെയും കൊണ്ട് ജിൻവു അവിടെ നിന്നും പോകാൻ നോക്കിയപ്പോൾ യോൻഹോ അവനെ തടഞ്ഞു. അയാൾ ജിൻവുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കിയെങ്കിലും അവൻ യോൻഹോയോട് ഇപ്പോൾ ഞാൻ ടയർഡാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ശേഷം വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ എയർ ആങ്കറായ ജിൻവുവിന്റെ ടീമിന്റെ കൂടെ പുറത്തു വന്ന പാർക്ക് ഹേ ജിന്നിനോട് യോൻഹോ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ചീഫ് ഹാൻ ഇടയ്ക്ക് കയറി സംസാരിച്ച് ഹേ ജിന്നെ തടഞ്ഞു. ശേഷം യോൻഹോ എന്ത് വില കൊടുത്തും ജിൻവുവിനെ നമ്മളുടെ ഗിൽഡിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ എന്ന് ചീഫ് ഹാനോട് പറഞ്ഞു. ബറൂക്കയെ തോൽപ്പിച്ച് അവനെയും തന്റെ ആർമിയാക്കിയ ജിൻവു അവന്റെ ഡാഗറും സ്വന്തമാക്കിയിരുന്നു. ശേഷം സോങ്ങിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ജിൻവു അവന്റെ വീട്ടിലേക്ക് പോയി. പുലർച്ചെ ഡൺജൻ ക്ലിയർ ചെയ്യാൻ ജിൻവുവിനെ വിളിച്ചു കൊണ്ടുപോകാൻ അവന്റെ വീട്ടിലെത്തി. അവിടെ നിന്നും ഇവർ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് സോങ്ങിയെയും ഇവിടെ കൂടെ കൂട്ടി. ശേഷം ഡൺജനിലെത്തിയപ്പോൾ ജിൻഹോന് ആദ്യമായി തന്റെ ഷാഡോ ആർമിയും കാണിച്ചു കൊടുത്തു. ഈ ഡഞ്ചനോട് കൂടി ജിൻഹോയ്ക്ക് വാക്ക് കൊടുത്ത പോലെ 19 ഡഞ്ചനും ജിൻഹോ കംപ്ലീറ്റ് ചെയ്തു. ഈ സമയത്ത് യുഎസിലെ എയർ റാങ്ക് ഡഞ്ചനിൽ ഒരു കൊറിയൻ ഹണ്ടറെ അമേരിക്കൻ ഹണ്ടേഴ്സ് കണ്ടെത്തുന്നതും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ശേഷം 19 ഡഞ്ചൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ സക്സസിൽ ജിൻഹോ ജിൻവുവിനെയും കൊണ്ട് റെസ്റ്റോറന്റിലെത്തി. ജിൻഹോയെ സഹായിച്ചതിൽ ജിൻവുവിന് 30 ബില്യന്റെ ഒരു ബിൽഡിംഗ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ശേഷം ഇവർ തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൽ ജിൻഹോ ജിൻവുവിനെ ഒരു ചേട്ടനെ പോലെയാണ് കാണുന്നതെന്നും പറയുന്നുണ്ട്. ഈ സമയത്ത് റെസ്റ്റോറന്റിൽ പ്ലേ ചെയ്തിരുന്ന ഒരു ടിവി ന്യൂസിൽ നിന്നും വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിൽ നിന്ന സംഭവത്തിൽ ജിൻവുവിന്റെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി. ന്യൂസ് ചാനൽസുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം യോൻഹോ തിരിച്ചവന്റെ റൂമിലെത്തിയപ്പോൾ അവന് മാസ്റ്റർ ഹണ്ടർ ബിയോങ് ഹോന്റെ കോൾ വന്നു. ഏകദേശം 4 വർഷത്തിന് മുമ്പ് ജപ്പാനിലെ ജേജു ഐലൻഡിൽ ഒരു എസ് റാങ്ക് ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അതിന്റെ ഉള്ളിലെ ആന്റി മോൺസ്റ്റേഴ്സ് ആ ഐലൻഡ് വളഞ്ഞു. അതോടെ ജപ്പാൻ ഗവൺമെന്റ് ആ ഐലൻഡ് ഉപേക്ഷിച്ചു. ഇതിനിടയിൽ 3 ഓപ്പറേഷൻ നടത്തി അത് ക്ലിയർ ചെയ്യാൻ നോക്കിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ആന്റികൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അവർക്ക് ചിറക് വന്നതുകൊണ്ട് അതെല്ലാം പറഞ്ഞ് ജപ്പാനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അത് തടയാൻ കൊറിയൻ ഹണ്ടേഴ്സും ജപ്പാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് അയാൾ യോൻഹോയെ അറിയിച്ചു. ഇവിടെ ഇതെല്ലാം നടക്കുമ്പോൾ മറ്റിടത്ത് ഒരു ട്രിപ്പിന് പോവുകയാണെന്ന വ്യാജനെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ജിൻവു പുതിയ ഡഞ്ചന്റെ മുന്നിലെത്തി. ശേഷം തന്റെ പക്കലുള്ള കീ വെച്ച് അകത്തേക്ക് കയറിയ ജിൻവു ക്വസ്റ്റ് ഡീറ്റെയിൽസ് വായിച്ച് മുന്നിലേക്ക് നടന്നു. ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ അവന് മൊത്തം 10,000 ഡീമൺ സോൾസ് കളക്ട് ചെയ്യണം. അതുകൊണ്ട് അവൻ നേരെ തന്റെ പണി തുടങ്ങി കണ്ണിൽ കണ്ട എല്ലാ മോൺസ്റ്റേഴ്സിനെയും കീഴ്പ്പെടുത്താൻ തുടങ്ങി. ഈ സമയത്ത് കൊറിയയിലെ ഒരു റെസ്റ്റോറന്റിൽ ജിൻഹോ അവന്റെ അച്ഛനുമായിട്ട് സംസാരിക്കുകയാണ്. അച്ഛന്റെ ബിസിനസ് അവന് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രധാന സംസാര വിഷയമെങ്കിലും ജിൻഹോയുടെ അച്ഛൻ നേരത്തെ നടന്ന റെഡ് ഗേറ്റ് ഇൻസിഡന്റിൽ ജിൻഹോയുടെ സാന്നിധ്യവും അവനും ജിൻഹോയുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കി അവന്റെ സഹായത്തോടെയാണ് ജിൻഹോയ്ക്ക് ലൈസൻസ് കിട്ടിയെന്ന് കണ്ടെത്തി. ശേഷം ജിൻവുവിനെ അവരുടെ ഗിൽഡിലേക്ക് കൊണ്ടുവരണമെന്ന കണ്ടീഷനിൽ ജിൻഹോയ്ക്ക് ബിസിനസ് കൈമാറാൻ അവന്റെ അച്ഛൻ സമ്മതിച്ചു. ജിൻവുവിനെ യോജനിലേക്ക് കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തിന് പിന്നിലും ജേജു ഐലൻഡ് തന്നെയാണ് പ്രധാന കാരണം. ഈ സമയത്ത് ഡഞ്ചന്റെ ഉള്ളിൽ ജിൻവു 300ഓളം ഡീമൺ സോൾസിനെ കളക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ശേഷം തന്റെ ഷാഡോ ഐസ് ബിയറിനെ പുറത്തെടുത്ത ജിൻവു അതിന്റെ പുറത്ത് കയറി അതിനെ വെച്ച് മറ്റ് ഡീമൺസിനെ കീഴ്പ്പെടുത്തി. ഈ സമയത്ത് യുഎസിലെ വാഷിംഗ്ടണിൽ നേരത്തെ കണ്ടെത്തിയ കൊറിയൻ ഹണ്ടർ തങ്ങിൽ വോനോട് സംസാരിക്കാൻ യുഎസ് ഹണ്ടേഴ്സ് ഡോങ്സുനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. ഈ സമയത്ത് ഡഞ്ചന്റെ ഉള്ളിൽ 1ാമത്തെ ഫ്ലോറിൽ നിന്ന് തുടങ്ങിയ ജിൻവു മോൺസ്റ്റേഴ്സിനെ തീർത്ത് 50ാമത്തെ ഫ്ലോറിലെത്തി. ആ ഫ്ലോറിൽ ഒരു ബോസ് ലെവൽ ടീം ഉള്ളതുകൊണ്ട് ജിൻവു അയന്റെയും ഇഗ്രിസിന്റെയും സഹായത്തോടെയാണ് അതിനെ ഏറ്റുമുട്ടിയത്. എന്നാൽ അവാരിക്കസ് വൾക്കൺ എന്ന ആ ഡീമൺ ഇവർ വിചാരിച്ചതിനേക്കാൾ ശക്തനായിരുന്നു. ഈ ഏറ്റുമുട്ടലിൽ വൾക്കൻ ഇവരെയെല്ലാം കീഴ്പ്പെടുത്താറായെങ്കിലും കൃത്യസമയത്തുള്ള ജിൻവുവിന്റെ ബുദ്ധിപരമായ നീക്കത്തിൽ അവൻ വൾക്കനെ കീഴ്പ്പെടുത്തി. ശേഷം ജിൻവു തനിക്ക് കിട്ടിയ റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ഇതേ സമയം ജിൻവുവിന്റെ വീട്ടിൽ വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡ് അംഗങ്ങൾ അവനെ അന്വേഷിച്ചു പോകുന്നതും അങ്ങ് യുഎസിൽ ഡോങ്സോ തങ്ങിൽ വോനെ ചോദ്യം ചെയ്യുന്നതും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അയാൾ ഒരു മനുഷ്യ രൂപത്തിലുള്ള മോൺസ്റ്റർ ആണെന്നാണ് എല്ലാവരും കരുതിയതെങ്കിലും അയാൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡഞ്ചനിൽ അകപ്പെട്ടു പോയ മനുഷ്യനാണ്. ഈ 10 വർഷങ്ങൾ കൊണ്ട് അയാൾക്ക് ഡഞ്ചനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുമുണ്ട്. അയാളുടെ അറിവിൽ ഈ ഡഞ്ചൻസും മോൺസ്റ്റേഴ്സും എല്ലാം ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ ഉയർത്തിനിരിക്കുകയാണെന്നും അതിനെ തനിക്കില്ലാതെ മറ്റാർക്കും തടയാൻ പറ്റില്ല എന്നും സങ്ങിൽ ഡോങ്സുനോട് പറഞ്ഞു. പക്ഷേ സങ്ങിലിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ നിന്നും അവൻ ജിൻവുവിന്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയ ഡോങ്സു റിവഞ്ച് എടുക്കാൻ അവസരം കിട്ടിയ സന്തോഷത്തിൽ സങ്ങിൽ ഇപ്പോൾ എല്ലാവരെയും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ പ്രൊവോക്ക് ചെയ്യാൻ ജിൻവു മരിച്ചു എന്ന് കള്ളം പറഞ്ഞു. ഈ സമയം ഡഞ്ചന്റെ ഉള്ളിൽ ഇഗ്രിസും അയണും ജിൻവുവും ചേർന്ന് ഒരു വലിയ സംഘം ഡീമൺസിനെ നേടുകയാണ്. അതിൽ ജിൻവു ആ ഡീമൺസിന്റെ ബോസിനെ കീഴ്പ്പെടുത്തുന്നിടത്താണ് ചാപ്റ്റർ 60 അവസാനിച്ചത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ മാൻവയുടെ ചാപ്റ്റർ 51 തൊട്ട് 60 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 50 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക്
അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാനുവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇതൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിലേക്ക് പോയിന്റ് പറയാൻ വിട്ടുപോയെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാൻഗയെ കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ സൈനിങ് ആവും.